സ്വർഗവാണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. നമ്മുടെ എല്ലാ വഴികളും യഹോവയ്ക്ക് പ്രസാദകരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ സ്വർഗവാണി ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സന്തോഷം. ഇതാരാണ് വിളിക്കുന്നത്? ഇത് പൊങ്ങുമൂട്ടിന്ന് മോളി എന്ന് പറയുന്ന ആളാണ്. മോളി പുകക്കൂട്ടിൽ. മോളി ഈശോ. മോളി ഈശോ. ആന്റി സ്ഥലം പറഞ്ഞ ഏതാണ്? പോങ്ങമ്മൂട്. ഓക്കെ. അയ്യോ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുമോ ഇങ്ങനെ ഒരു സ്ഥലം കേട്ടോ. അതാണ് എടുത്തു ചോദിച്ചത്. ഇതെവിടെ, ഏത് ഡിസ്ട്രിക്റ്റാണ്? എന്തോ ഏത് ഡിസ്ട്രിക്റ്റാണ്? ട്രിവാൻഡ്രം ആണല്ലേ? ട്രിവാൻഡ്രമുണ്ടോ, ഒന്ന് നെടുമങ്ങാട്. ഓക്കെ. ഇത് ഉള്ളൂരിനടുത്ത്, പെടിക്കകോളിനടുത്ത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇപ്പോഴ്. മക്കളൊക്കെ? മക്കള് 2 പേര്. ഒരാള് മോളെ കെട്ടിച്ചു, മോന് വേറെ താമസിക്കുന്നു. ഓ, ശരി. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ആ, വലിയ കുഴപ്പം ഉണ്ട് മോളെ. അതായത് ആരാ, ഫേബയാണോ? അതെ, ഫേബയാണ്. ആ, ഫേബയ്ക്ക് എന്നെ അറിയാം സൗണ്ടിലൂടെ, അല്ലെങ്കിൽ പേരിലൂടെ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പണ്ട് ഒരു 23-ലെ ഒരു അമ്മച്ചിയും കൊച്ചുമോനും കൂടെ വിളിച്ചായിരുന്നു, മോളിയും നിതിൻ നോയലും. ഓ, ഓർമ്മയുണ്ട്. അയ്യോ, മോൻ പാട്ടൊക്കെ പാടിയത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓ, ശരി. അയ്യോ, ഒത്തിരി സന്തോഷം. ഒരേ ദിവസം കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷമായിരുന്നു. ഓ, മോൻ സുഖമായിട്ടിരിക്കുന്നോ? കൊച്ചുമോൻ സുഖമായിട്ടിരിക്കുന്നോ? ആ, അമ്മച്ചിയാണിത്. ആ, സുഖമായിരിക്കുന്നു. ഇപ്പൊ 4ാം ക്ലാസ്സിലായി. ആഹാ, ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അറിയിക്കണം കേട്ടോ. ആ, സ്കൂളിൽ പോയിരിക്കുകയാണ്. ആ, അമ്മച്ചിയാണ് ഞാന് കേട്ടോ. ഓ, ശരി. പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, മോളെ പിന്നെ എബിയോടുകൂടെ പറയണം. എബി എന്നല്ലേ മറ്റേ? അതെ, എബി. ആ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. 2 കൊല്ലമായിട്ട് കണ്ണിന്റെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞപ്പോ വലത് കണ്ണിന്റെ കാഴ്ച പോയ ആളാ. ശരി. പക്ഷെ 100% എനിക്ക് വിശ്വാസമുണ്ട് ദൈവം കാഴ്ച തരുമെന്ന്. പക്ഷെ ദൈവത്തിന് ഹിതം ഉണ്ടെങ്കിലേ കിട്ടൂ, അല്ലേ? അതെ, ദൈവത്തിന്റെ ഹിതമെങ്കിൽ തീർച്ചയായിട്ടും. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം ആന്റി. ദൈവമേ, നിനക്ക് ഹിതമുണ്ടെങ്കിൽ, ദൈവഹിതമുണ്ടെങ്കിൽ എന്റെ കാഴ്ച എനിക്ക് തിരികെ തരണം. പക്ഷേ അങ്ങനെ ഒരു സാക്ഷ്യം പറയണം എനിക്ക്. അതെ ആന്റി, നമ്മുടെ ബൈബിൾ പറയുന്നു, അതായത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റും. കാരണം നമ്മുടെ അപ്പനാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ സ്വർഗസ്ഥൻ. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാം. പിന്നെ തരുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പപ്പായോട് പറയുന്നത് പോലെ നമ്മുടെ ദൈവത്തോട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. മോളെ, ഇത് കാരണം ഞാൻ പള്ളിയിൽ പോയിട്ട് 2 കൊല്ലമായി. ആന്റി, എനിക്ക് അവിടെ ഒന്ന് പോയി സാക്ഷ്യം പറയണം എന്നൊരാഗ്രഹമുണ്ട്. ആന്റി, ഇപ്പൊ ഞങ്ങള് എന്താണല്ലോ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു സാക്ഷ്യം പള്ളിയിൽ പോയി പറയാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. അപ്പം വിശ്വാസം മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക. ഓക്കെ, നല്ല വിശ്വാസം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മാത്രം കാണത്തില്ലേ? അതെ. അതായത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന, ഏത് രോഗവും നമുക്ക് ദൈവം മാറ്റി തരും. അപ്പം ഇനി വിളിക്കുമ്പം ഒരുപക്ഷെ ആന്റി വിളിക്കുമ്പോൾ ഞങ്ങളെ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ആന്റി ഇടവരുത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആന്റിക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ നല്ലൊരു പ്രത്യാശയുടെ ഒരു ഗാനം പാടാം. ഓക്കെ. എനിക്ക് ഈ പാട്ട് പാടി തന്നാ മതി. കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായി. ഓക്കെ. അപ്പം ആന്റി, ആ ഒരു പാട്ട് ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പാടാം. പ്രത്യേകിച്ച് കൊച്ചുമോനെ തിരക്കിന്ന് പറയണം, വീട്ടിലെല്ലാവരും തിരക്കിന്ന് പറയണം. ഓക്കെ, വീണ്ടും വിളിക്കണേ. തീർച്ചയായിട്ടും. ഓക്കെ ആന്റി. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പം നമ്മളെ വിളിച്ചത് മോളി ആന്റിയാണ്, തിരുവനന്തപുരത്ത് നിന്ന്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, കണ്ണിൻ്റെ ഇതൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അത് ദൈവസൗഖ്യം. നമ്മൾ പക്ഷേ ബൈബിൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവം, നമ്മുടെ നാവിൽ അധികാരമുണ്ട്.
അധികാരം നമ്മുടെ മക്കളെങ്കിലും അവകാശികൾ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്ന വേദന എന്തുമായിക്കോട്ടെ, തിരുവചനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ അധികാരത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഈ രോഗികളായിട്ട് ഉള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടാണോ രോഗം അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, അത് നിങ്ങൾ അധികാരത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ശാസിക്കുക. ദൈവം അപ്പോൾ തന്നെ നിങ്ങൾക്ക് സൗഖ്യം തരും. ഞാൻ പറഞ്ഞിട്ട് ഇനിയും വരുന്ന എപ്പിസോഡുകളിലൊക്കെ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പാട്ടിലേക്ക് പോകാം. അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. അതെ, കാണുന്നു ഞാൻ യാഹിൽ എനിക്ക് ആശ്രയമായൊരു ശാശ്വത പാറ. നമ്മൾ പണ്ട് തൊട്ട് പാടി ആരാധിക്കുന്ന ഒരു പാട്ടാണ്. അതെ, എല്ലാ ദിവസത്തെ സന്ധ്യാപ്രാർത്ഥനകളിലും ഒക്കെ പാടുന്ന പാട്ടുകളിൽ ഒരു വർഷങ്ങളായിട്ട് നമ്മൾ പാടുന്ന പാട്ടുകൾ. എനിക്ക് ഈ പാട്ടിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വരിയാണ്, ഒടുക്കിലും അവനേറ്റം ചതഞ്ഞതാ മോട കെടുത്തുകില്ല അവൻ തിരി പുക വമിക്കുകയിലും. ആ ഒരു വരി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുന്നത്, നമ്മൾ ചിന്തിക്കും അടുത്ത നിമിഷം നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും എന്ന് ചിന്തിക്കുന്ന സമയത്ത്, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന സിറ്റുവേഷൻസിലാണ് അവിടെ നമുക്കൊരു എന്താ പറയുക ഉയർപ്പ് കർത്താവ് തരുന്നത്. നമ്മളിപ്പം വിളിച്ച നമ്മുടെ പ്രിയ ആൻറ്റി പറഞ്ഞു കണ്ണിന് സുഖമില്ലാതെ വളരെയധികമായി ഭാരപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ പാട്ടിൻ്റെ വരികളൊക്കെ ആൻറ്റിക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ അതെല്ലാം ഞാൻ ചർച്ചിൽ സാക്ഷ്യം പറഞ്ഞു എന്ന് തന്നെ കേൾക്കാനായിട്ട് ദൈവം ഞങ്ങളെ ഇടവരുത്തട്ടെ. അതിനുവേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കാണുന്ന പ്രേക്ഷകരെല്ലാവരും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പ്രെയർ റിക്വസ്റ്റുകൾ ചോദിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളും കാണുന്ന എല്ലാ പ്രേക്ഷകരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം അങ്ങനെ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? എന്തോ? അതെ, ഫേബയാണ്. ഇതാരാണ് വിളിക്കുന്നത്? ശാലമ്മ, കോട്ടയം. ആൻറ്റിയുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. കാരണം ആ ഒരു സ്നേഹത്തോടുള്ള വിളി ആരാണെന്ന് കൂടി പറയാതെ ആൻറ്റി ഫേബയാണോ ആ കിട്ടിയ സന്തോഷമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്തുണ്ട് വിശേഷം കോട്ടയത്തൊക്കെ? വീട്ടിലാരൊക്കെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ ഹസ്ബൻഡ് മരിച്ചിട്ട് ഈ 4 വർഷം മാസമാകും, ഒരു മാസമാകും. ഓക്കെ. മക്കളൊക്കെ? അപ്പൊ പിന്നെ ഇപ്പൊ ഞാനും മരുമകളും ഒരു കൊച്ചു ഉള്ളൂ. ശരി ശരി. കൊച്ചുമകൻ എന്ത് ചെയ്യുന്നു? മക്കളാണ്, 3 പേര് കല്യാണം കഴിച്ചു. 5 കൊച്ചുമക്കളെ വലിയൊന്നയാണ്. അപ്പൊ ഈ 5 കൊച്ചുമക്കളും ഇന്ന് വരെ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു. ശരി ശരി. കൊച്ചുമക്കളെ എല്ലാം ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. കൊച്ചുമക്കള് 2 പേര്. ഒരാള് രണ്ടാമത്തെ മോന് അവര് ഡൽഹിയിലാണ്. അവരുടെ മോൻ ഇപ്പൊ പഞ്ചാബ് നേഴ്സിംഗ് പഠിക്കുന്നു. ഇളയ മോന്റെ മോളും നേഴ്സിംഗ് പഠിക്കുന്നു. കൊച്ചവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓ ശരി ശരി. അപ്പൊ അന്വേഷണം അറിയിക്കണം, ഞങ്ങളുടെ സ്വർഗവാണി ടീമിന്റെ അന്വേഷണം അറിയിക്കണം. അപ്പം ശാലമേന്റെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? ഒരു 2 വരി.
പാടാമല്ലോ. ഓക്കെ ദൈവത്തിന് വേണ്ടി പാടിയിട്ടില്ല, പിന്നെ ദൈവം ഇങ്ങനെ നമുക്ക് നാവ് തന്നിട്ട്. ഓക്കെ ആൻറ്റി പാടിക്കും. പിന്നെയോളം നിന്നെ നടത്തി, പിന്നെയോളം നിന്നെ പുലർത്തി, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും എന്നും ആദിയായവേ, എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും എന്നും ആദിയായവേ. ഓക്കെ മകളെ. വളരെ സന്തോഷം. ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്ന, ഞങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത് കേട്ടോ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. അപ്പൊ ഞങ്ങൾ ഇന്ന് ശാലമാൻറ്റിക്ക് പാടിത്തരേണ്ട പാട്ട് ഏതാ? ഞങ്ങൾ പാടിത്തരേണ്ട പാട്ട് ഏതാ? ഭാരങ്ങൾ വഹിക്കുന്നവൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ പാട്ട് ആന്റിക്ക് വേണ്ടി ഇന്ന് പാടാം. ഓക്കെ, അപ്പൊ കൊച്ചുമക്കളെയൊക്കെ ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ എന്നും കാണുന്നോണ്ടല്ലേ നിങ്ങളെ വിളിച്ചതും ആണോന്ന് ചോദിച്ചത്. ഒത്തിരി സന്തോഷം ആന്റി, ഒത്തിരി സ്നേഹത്തിന് ഒത്തിരി നന്ദി. എബി. ഓക്കെ ആന്റി, ഓക്കെ, ബൈ, ഗോഡ് ബ്ലെസ്. അപ്പം നമ്മളെ വിളിച്ചത് ശാലം ആന്റി, കോട്ടയം. ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് ആന്റി. നമ്മളെ പേരൊക്കെ ഓർത്തിരുന്ന് വിളിക്കാന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം. ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആന്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആന്റി പറഞ്ഞ പാട്ട് പാടിയിട്ട് തിരികെ വരാം. അപ്പം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട RSVയുടെ ഒരുപാട് പാട്ടുകളിൽ ഒരു പാട്ടാണത്. അപ്പം നമുക്കറിയാം ഒന്നിനൊന്നിനും മെച്ചമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മകളിലെല്ലാം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടെങ്കിലും പാടാറുണ്ട്. അപ്പോൾ അത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു മ്യൂസീഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ നമ്മളെ വിളിച്ച ആ കുടുംബത്തിനോടുള്ള നന്ദിയും സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത്, എൻ്റെ പേര് ഡാനിയൽ. ഡാനിയൽ, എവിടുന്നാ വിളിക്കുന്നെങ്കിലേ? ഞാൻ വിളിക്കുന്നത് പത്തനംതിട്ടയ്ക്കും അടൂരിനും ഇടയ്ക്ക് തട്ട എന്ന് പറയുന്ന സ്ഥലത്ത്. തട്ട, അറിയാം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖം തന്നെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ വൈഫും ഞാനേ ഉള്ളൂ.
ആണോ? വൈഫ് സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. പിന്നെ എന്ത് ചെയ്യും അങ്കിള്? എനിക്ക് നേരത്തെ കടയുണ്ടായിരുന്നു, ഇപ്പം കടയൊക്കെ നിർത്തി വീട്ടിലിരിക്കുക. മക്കളൊക്കെ? മക്കള് 2 പേരുണ്ട്, ഒരു മോളും ഒരു മോനും. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞതാ. ഓ ശരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മക്കളെ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. നമ്മുടെ സ്വർഗവാണി പ്രോഗ്രാം കാണാറുണ്ടോ? സ്വർഗവാണി കാണും, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അതുകൊണ്ട് വിളിച്ച. അങ്കിള് നമ്മുടെ ഈ വേൾഡ് ടു വേൾഡ് ചാനലിനോട് ചേർന്ന് ഒരു മ്യൂസിയം, ബൈബിൾ മ്യൂസിയം ഉള്ള കാര്യം അറിയാമോ? അത് കണ്ടിട്ടുണ്ട്, നമ്മളെ പിന്നെ TV കണ്ടിട്ടേ ഉള്ളൂ, അത് ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല, കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അയ്യോ, അപ്പം അത് ഡയറക്റ്റ് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതെ, നമ്മൾ ബൈബിൾ വായിക്കുകയും അത് ബൈബിളിനെ പറ്റി കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി പ്രയോജനമാണ്. അതുപോലെ മനോഹരമായി വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒന്നാണ്. നമുക്കൊരു ഒരു പോയി കാണണം. ഒരു ഹിസ്റ്റോറിക്കൽ ഫീല് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലൂടെ ഇങ്ങനെ കടന്നു പോകും. നമുക്ക് സമയം കിട്ടുമ്പോൾ പോയി കാണും, തീർച്ചയായിട്ടും. അപ്പൊ അത് ഒട്ടും താമസിക്കരുത്, അത് എത്രയും പെട്ടെന്ന് ആ ഒരാഗ്രഹം സഫലമാകണം. ഓക്കെ, തീർച്ചയായിട്ടും. അങ്കിളെ പിന്നെ നല്ലൊരു പാട്ട്, 2 പേര് പാട്ട് പാടാമോ? എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ പാടാം. ഓക്കെ, പാടിക്കോ. അർഹിക്കാത്തതു നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നതു നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. ആശ്രയം നിന്റെ വൻ കൃപ, ആലംബം എന്നും നിൻമരം, കൈവല്യം നൽകും സ്വാന്തനം. അർഹിക്കാത്തതു നൽകി നീ എന്നെ അന്ധനാക്കരുതേശുവേ, അർഹിക്കുന്നതു നൽകാതെ നാഥ ആർത്തനാക്കരുതെന്നെ നീ. അങ്കിളേ, ഇതാണോ പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞത്? വളരെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പാട്ടാ പാടിയത് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് അത് കേൾക്കുവാണ്, പക്ഷെ വളരെ നല്ലൊരു പാട്ട്. നീ അർഹിക്കുന്നത് ഞങ്ങൾക്ക് തരണം, അർഹിക്കാത്തത് നീ ഞങ്ങൾക്ക് തരരുത്. അത് ആ ഒരു പാട്ട് എഴുതിയ ആൾ ആരാണേലും അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് ഞാനിപ്പം ഈ നിമിഷം ഓർക്കുക. അദ്ദേഹം അത്രമാത്രം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്ന്. ആ പാട്ട് പാടിയ അങ്കിളും അങ്ങനെ തന്നെ ആണെന്ന് ഞാൻ വിശ്വസിക്കുവോ കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്കിളിന് വേണ്ടി പാടി തരേണ്ട പാട്ട് ഏതാ? എനിക്ക് വേണ്ടി പാടേണ്ടത് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനെ, നാൾത്തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക മനമേ. അങ്കിള് ചോദിച്ച പാട്ടും വളരെ മനോഹരമായ ഒരു പാട്ടാണ്. അപ്പൊ ഇന്ന് ഡാനിയൽ അങ്കിളിനും ആന്റിക്കും വേണ്ടിട്ട് ഞങ്ങൾ ഇന്ന് ആ പാട്ട് പാടാം. ഓക്കെ, ശരി. അപ്പൊ വീണ്ടും വിളിക്കണേ. വിളിക്കാം, തീർച്ചയായിട്ടും. ഓക്കെ അങ്കിളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, ഓക്കെ. നമ്മളെ വിളിച്ചത് നമ്മുടെ തട്ട, അടൂരും പത്തനംതിട്ടയ്ക്ക് ഇടയ്ക്കുള്ള തട്ടയിൽ നിന്ന് നമ്മളെ വിളിച്ച ഡാനിയൽ അങ്കിള്. ഡാനിയൽ അങ്കിള് നല്ലൊരു പാട്ട് പാടി. ആ പാട്ടിനെ പറ്റി ഒന്നുകൂടെ എടുത്തു പറയാതിരുന്നാൽ അതൊരു മോശം ആയിപ്പോവും. അർഹിക്കാത്തത് നൽകി നമ്മൾ അന്ധനാക്കരുതേ എന്നാണ് ആ വരികൾ. പക്ഷെ അത് ആ പാട്ടുകാരൻ്റെ ഇതായിരിക്കാം. പക്ഷെ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് മുഴുവൻ അർഹതയില്ലാത്തതാണ്. അതാണ് സത്യം. നമ്മളാരും അർഹിക്കുന്ന ഒരു സ്റ്റേജിലല്ല പലപ്പോഴും കർത്താവ് നമ്മളെ കൊണ്ടു നിർത്തുന്നത്. നമ്മൾ സ്വപ്നം കാണുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്നതിനും വിചാരിക്കുന്നതിനും ഒക്കെ അപ്പുറത്താണ് പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകൾ, പദ്ധതികളെല്ലാം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം ആ കർത്താവിൻ്റെ നന്മ പ്രാപിക്കുവാൻ വേണ്ടി ഒരുങ്ങുക എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം.